ഇനി മുതൽ കുട്ടികളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താമെന്ന് കരുതണ്ട. പുതിയ ചട്ടഭേദഗതി അവതരിപ്പിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ബാൽ ആധാർ കാർഡുകളുടെ വ്യാജൻ ഇറങ്ങുന്നത് തടയുന്നതിനായി നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ ജനന സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ആധാർ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന കുട്ടിയുടെ ആധാർ നമ്പർ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുമായി പങ്കിട്ട് വ്യാജ ആധാർ കാർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം തടയുകയാണ് നടപടിയുടെ ലക്ഷ്യം. മാതാപിതാക്കളുടെ സമ്മതത്തോടെ മാത്രമേ ആധാർ നമ്പർ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുമായി പങ്കുവയ്ക്കുകയുള്ളൂ. ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ബാൽ ആധാർ നമ്പർ മാതാപിതാക്കളുടെയോ രക്ഷിതാവിൻ്റെയോ സമ്മതത്തോടെ ഇന്ത്യൻ രജിസ്ട്രാർ ജനറലുമായോ സംസ്ഥാനത്തിന്റെ ചീഫ് രജിസ്ട്രാറായോ പങ്കിടാൻ അധികൃതർക്ക് അനുമതി നൽകുന്നു. ഒരേ ജനന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം എൻറോൾമെന്റ് തടയുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് UADAI പറയുന്നു. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള 12 അക്ക നമ്പറാണ് ബാൽ ആധാർ കാർഡ്. കുട്ടിയുടെ ബയോമെട്രിക് ഡാറ്റ ആവശ്യമില്ലാതെയാണ് ഇത് നൽകുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തിരിച്ചറിയൽ പ്രക്രിയ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ബാൽ ആധാർ. തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് 2016 ആധാർ ചട്ടങ്ങളിലെ ഭേദഗതിയെന്നും UADAI പറയുന്നു. 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരം പ്രാദേശിക ദേശീയ രജിസ്ട്രാർമാരുമായി ഡാറ്റ പങ്കിടാനും പുതിയ ഭേദഗതി അനുവദിക്കുന്നു.